ഹലോ, ഞാനിന്ന് എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതിപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്തിനാന്ന് വഴിയെ മനസ്സിലായിക്കൊള്ളേ. അപ്പോൾ 2022 ഒക്ടോബർ 12-നാണ് എൻ്റെ പ്രഗ്നൻസി കൺഫേം ആകുന്നത്. അതായത് നമ്മൾ കാർഡ് വാങ്ങി വീട്ടിൽ നോക്കിയിട്ട് പ്രഗ്നൻസി പോസിറ്റീവാണ് എന്നറിഞ്ഞത്. സോ അന്ന് തൊട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യത്തെ 3 മാസം ചെറിയ ചെറിയ പ്രഗ്നൻസിയുടേതായിട്ടുള്ള ചെറിയ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 3-ാം മാസത്തിലാണല്ലോ നമ്മുടെ ND സ്കാൻ എടുക്കുന്നത്. അപ്പോൾ ND സ്കാൻ എടുത്ത ടൈമിലാണ് അറിയുന്നത് കുഞ്ഞിന് നേസൽ ബോൺ വിഷ്വൽ ആയിട്ടില്ല. സോ അത് ഡൗൺ സിൻഡ്രോം വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. അങ്ങനെ നമ്മൾ ഡബിൾ മാർക്ക് ടെസ്റ്റ് എടുത്തു. അതെടുത്തപ്പോഴും സെയിം തന്നെയാണ് അവസ്ഥ. ഹൈ റിസ്ക് ആണ് കാണിക്കുന്നത്. ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ തൈക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ അബോർഷൻ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ ഒന്നും ഇപ്പോൾ ആരും വളർത്തുന്നില്ല. അതുകൊണ്ട് അബോർഷൻ ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന സമയമാണ്. അങ്ങനെ ഞാൻ ആദ്യം കാണിച്ചിരുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ ഞങ്ങൾ വീണ്ടും വന്ന് കണ്ട. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് കിംസിൽ പൊയ്ക്കോ. കിംസിൽ പോയി അവിടുത്തെ ഡോക്ടറെ കാണിച്ചു. അവിടെ ആകുമ്പോൾ ഫീറ്റൽ മെഡിസിൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അങ്ങോട്ട് പോകാൻ പറയാം. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ.